മുൻ ആരോഗ്യമന്ത്രി ശ്രീ വി.എസ്. ശിവകുമാർ നോക്കുമ്പോൾ ടെലിഫോൺ. ശ്രീ വി.എസ്. ശിവകുമാർ, ഇപ്പോൾ കൊല്ലത്ത് വിളക്കുടിയിൽ കടിയേറ്റ കുഞ്ഞിന് 2-3 ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വന്നു. ഒടുവിൽ SAT ആശുപത്രിയിലെത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അടുപ്പിച്ചത് 3ാമത്തെ കുഞ്ഞിനാണ് വാക്സിൻ എടുത്തിട്ടും ജീവൻ നഷ്ടമാകുന്നത്. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഫലപ്രദമായി എത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ വാക്സിനേഷനൊക്കെ ആ നിലയിൽ ഇപ്പോൾ 2-3 ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞു. അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം സമയത്ത് തന്നെ ആ ഉമ്മയും അവിടെയുള്ള ആളുകളും കുഞ്ഞിനെ എത്തിക്കുന്നു, പിന്നീട് പുനലൂരിലെ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നു, ഒടുവിൽ തിരുവനന്തപുരം SAT വരെ എത്തേണ്ടിയും വരുന്നു. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള സംവിധാനങ്ങളില്ലേ? ഇത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേവിഷബാധയേറ്റാൽ ഈ സാധാരണഗതിയിൽ വാക്സിൻ എടുത്താൽ അവർക്ക് പിന്നെ യാതൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ല. അവര് മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അത് നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ് അതാണ്. ഇപ്പോഴത്തെ ഒരു ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് അതിനുള്ള വാക്സിനൊക്കെ ഉണ്ട്, രക്ഷപ്പെടും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ 2-3 കുട്ടികൾ മരണത്തിന് അടിമപ്പെടേണ്ടി വന്നു. തീർച്ചയായിട്ടും ഇത് ഒരു വലിയ ഒരു കെടുകാര്യസ്ഥതയുടെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ അല്ലെങ്കിൽ അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് ആരോഗ്യ വകുപ്പ് പോകുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസത്തെയും സംഭവങ്ങൾ കാണുമ്പോൾ വളരെ ദുഃഖവും വേദനയും പ്രതിഷേധവുമാണ് തോന്നുന്നത്. കാരണം ഇത് ഇപ്പോ ആരോഗ്യ മേഖലയിൽ ഇപ്പോ ഈ കുട്ടിക്ക് ഈ വാക്സിൻ ഇതിന്റെ യഥാർത്ഥത്തിൽ ഇത് സൂക്ഷിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ആശുപത്രികളിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പ്രത്യേകമായ ഒരു ടെമ്പറേച്ചറിൽ ഇത് സൂക്ഷിക്കണം. അത് സൂക്ഷിക്കാത്ത ഒരു സാഹചര്യം അവിടെ ഇപ്പൊ പല ഹോസ്പിറ്റലുകളിലും അതിനുള്ള സാഹചര്യങ്ങളില്ല എന്നാണ്. വൈദ്യുതി ബന്ധമില്ലാതെ വരുമ്പോൾ അതിന്റെ ഈ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ ഇത് കുറെ സമയം ഒരു ജനറേറ്റർ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം. അപ്പൊ ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാര്യക്ഷമമായിട്ട് ഈ ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്ത് അതിന് കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ആരോഗ്യവകുപ്പിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ 2 ദിവസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആശുപത്രി കിടക്കുന്ന രോഗികളെല്ലാം കൂടി പ്രാണരക്ഷാർത്ഥം പിന്നെ പുറത്തേക്ക് പോകേണ്ടി വരുന്നു. എഴുന്നേറ്റ് കിടക്കാൻ കഴിയാത്ത രോഗികൾ മരണപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ രംഗത്ത് നമുക്ക് വളരെയധികം പിന്നെ ഒരു കെടുകാര്യസ്ഥതയുടെ വലിയ ഒരു പര്യായമായിട്ട് ഈ മേഖല മാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഈ സംഭവങ്ങളിൽ അന്വേഷണം നടത്തുമെന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. റിപ്പോർട്ട് വാങ്ങും, അന്വേഷിച്ച് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ അവര് ഇതിനകത്ത് അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അവരുടെ പേരിൽ നടപടി വരും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കുറെയൊക്കെ അവർ ശ്രദ്ധിക്കും. ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല. എന്തെങ്കിലും റിപ്പോർട്ട് വാങ്ങി ഏതെങ്കിലും നടപടി ഇതുവരെ സ്വീകരിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ പിന്നെ റിപ്പോർട്ട് വാങ്ങിയാൽ പോലും അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നു. അതുകൊണ്ട് അവരുടെ പേരിൽ നടപടികൾ വരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ രംഗം കൂടുതൽ മോശമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. നമ്മുടെ വിലപ്പെട്ട കുട്ടികളുടെ ആ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷം വരും. സർക്കാർ ആശുപത്രികൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു അഭയ കേന്ദ്രമാണ്. രോഗികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളും SAT പോലെയുള്ള ആശുപത്രികൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. വാക്സിൻ എടുത്താൽ അവർ ഓടി അമ്മയും അച്ഛനുമായിട്ട് ആശുപത്രിയിൽ പോകുന്നു, അവിടെ സംവിധാനമില്ല. അത് കഴിഞ്ഞ് താലൂക്ക് ആശുപത്രിയിൽ പോകുന്നു, അവിടെ സംവിധാനമില്ല. അത് കഴിഞ്ഞ് അവസാനം SATയിൽ വരുമ്പോൾ ഡോക്ടർമാരെ നമ്മൾ കുറ്റം പറയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളില്ല, അതുപോലെ തന്നെ അതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളില്ല. അത് വാക്സിൻ അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിലേക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങളില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇത് പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി വി.എസ്. ശിവകുമാർ, മുൻ ആരോഗ്യമന്ത്രി, പ്രതികരിച്ചതിന്.